ഹലോ ഗൈസ്, റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ താരം ദിവനാണ് ഈ കുപ്പി. അപ്പോൾ ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള കുപ്പി എല്ലാവരും കണ്ടു കാണും, ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ കുപ്പി കണ്ടപ്പോൾ എൻ്റെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു, നിങ്ങൾ കണ്ടു കാണും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാൻ എന്താ പറയുക, നമ്മൾ വലിയ മെനക്കെടൊന്നുമില്ല കേട്ടോ. കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് കാർഡ്ബോർഡുകൾ, അതുപോലെ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഈ കുപ്പി, കുറച്ച് പെയിൻറ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചിലവഴിക്കാൻ കുറച്ച് സമയം, അതായത് ഒരു 1-2 മണിക്കൂർ ഉണ്ട്, അത്രയും മതി. 2 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതല്ല. അപ്പോൾ അതേ ഞാൻ ഈ ബോട്ടിൽ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്ത് ഇതിൻ്റെ കഴുത്ത് ഞാൻ കുറച്ചുകൂടി ഒന്ന് താത്തി വെട്ടിയിട്ടുണ്ട്, ഇത് വല്ലാതെ അടുത്ത് പോയി എന്ന് തോന്നിയിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതേ ഈ ഒരു ഷേപ്പിൽ, അതായത് ഒരു ഗോളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചുണ്ട് പോലൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇറക്കി വെച്ചപ്പോൾ ഇത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കമ്പി കൂടെ, ചെറിയൊരു കഷ്ണം കെട്ടുകമ്പി ഉണ്ടായിരുന്നു ഇവിടെ വീടിൻ്റെ പണിക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കെട്ടുകമ്പി കുത്തി കയറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇറക്കിയപ്പോൾ കറക്റ്റ് നിന്നു. അപ്പോൾ ചെറിയൊരു കഷ്ണം വേസ്റ്റ് കമ്പി വെച്ചിട്ട് ഇതുപോലെ നിർത്തിക്കുക. എന്നിട്ട് ഞാൻ ഫുള്ള് വെള്ള പെയിൻ്റ് അടിച്ചു, ആക്രിലിക് കളർ. നമ്മൾ ഈ പെയിൻ്റ് എന്ന് പറഞ്ഞുകൂടെ ഒരു ഫസ്റ്റ് കോട്ട് ആയിട്ട് അടിച്ചു. അപ്പോഴും നീല കളർ നമ്മൾ അതിൻ്റെ അടിയിലൂടെ കാണുന്നുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക്കിൽ അങ്ങനെ പിടിക്കില്ലല്ലോ. എന്നിട്ട് കൂർത്ത് എന്തെങ്കിലും സാധനം, കത്തിയോ കത്രികയോ ഇനിയിപ്പോൾ എന്തെങ്കിലും ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, കണ്ണിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ കണ്ണിൻ്റെ ഒരു ഷേപ്പ്, ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കുക. 2 സൈഡിലും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഈ ഒരു തലയുടെ ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, ക്ലേ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആണ്. അതിനുശേഷം ആ ക്ലേയുടെ ഒരു കുഞ്ഞുണ്ട ഞാനവിടെ കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ടിഷ്യൂ പേപ്പർ ചുരുട്ടി, അങ്ങനെ ഒരു നനച്ച് ചുരുട്ടി അങ്ങനെ ഗോളത്തിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും മതി. അലൂമിനിയം ഫോയിൽ ചുരുട്ടി ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലുണ്ടെങ്കിൽ അതും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് ചെയ്യുക. എന്നിട്ട് ഇതേ ഒരു വേസ്റ്റ് കാർഡ്ബോർഡ് എടുക്കുക. ഇതെൻ്റെ മോൻ്റെ പമ്പേഴ്സ് വന്നിട്ടുള്ള ഒരു പെട്ടിയായിരുന്നു, അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല കൂട്ടുകാരെ, ഈ ഒരു ഷേപ്പിൽ ഞാൻ കുറേ എണ്ണം അങ്ങോട്ട് മുറിച്ചെടുത്തു. കുറേ വലുത്, കുറേ മീഡിയം സൈസ്, കുറേ ചെറുത്. അങ്ങനെ പ്രത്യേകിച്ച് എണ്ണം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബോഡി കവർ ചെയ്ത് നിൽക്കാൻ ഏകദേശം എത്ര എണ്ണം വേണം അത്ര എണ്ണം. എന്നിട്ട് ഞാൻ ഇതിൽ സിൽവർ കളർ കൊടുത്തു. സിൽവർ കളർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട്. നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് എടുക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കേട്ടോ. കാർഡ്ബോർഡിൻ്റെ ഗോൾഡൻ കളർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്കങ്ങ് പെയിൻ്റ് അടിച്ച് കൊടുക്കാതിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തു. ഫ്ലക്സ് ക്യൂക്കാണ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഫുൾ ഇതുപോലെ ഒട്ടിച്ചു. മുന്നിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടത് അവിടെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചായിരുന്നു കേട്ടോ. ഫെവിക്കോളിൽ വെള്ളം ചേർത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചായിരുന്നു. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള മാത്രം കാണിക്കുന്നത്. എന്നിട്ട് ഇതേ ഞാൻ കട്ടിക്ക് നമ്മുടെ ഓരോ ചിറകുകളും പ്യുവർ ആക്രിലിക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതേ മൊത്തത്തിൽ വെള്ള കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരണ്യത്തിൻ്റെ ലുക്കായോ, അതോ മയിലിൻ്റെ ലുക്കോ, കുയിലിൻ്റെ ലുക്കോ, എന്തെങ്കിലും ഒരു പക്ഷിയുടെ ലുക്ക് ഉണ്ടോ? പക്ഷിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്തായാലും എൻ്റെ ചെറിയ 1.5 വയസ്സുള്ള മോൻ വന്നിട്ട് പക്ഷി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനം, ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. ഇനിയാണ് നമ്മുടെ അടുത്ത താരം, നമ്മുടെ ഗോൾഡൻ പെയിൻറ്റ്. ഗോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ എടുക്കാം, പക്ഷേ ഞാൻ ഗോൾഡാണ് പറയുള്ളൂ. അപ്പോൾ ഗോൾഡൻ കളർ എടുത്തിട്ട്, ഗോൾഡൻ എടുക്കാം കേട്ടോ. ഗോൾഡൻ കളർ എടുത്തിട്ട് ഇതേ ചിറകിൻ്റെ ഈ ഒരു ടോപ്പിലെ ഭാഗം, നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ആ ഒരു കീറൽ, നമ്മൾ മുറിച്ച ആ ഒരു ക്രോസ് സെക്ഷൻ കാണുന്ന അത് നമുക്ക് ഉപകാരമാണ് സത്യം പറഞ്ഞാൽ. ഇത് കാർഡ്ബോർഡ് ആണെന്ന് കാണുന്നവർക്ക് ആദ്യമൊക്കെ മനസ്സിലാവുമെങ്കിലും ഈ ഗോൾഡൻ കളർ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലായില്ല. അപ്പോൾ ഈ ഗോൾഡൻ കളർ ഇതേ ടോപ്പിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ പകുതി വരെ കൊടുത്തിട്ടേക്കാം. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ഒരു അരയന്നത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചപ്പോൾ ചുളിച്ചാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചുളിച്ച് ഒട്ടിച്ചതിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതായത് ആ നല്ല സ്മൂത്തായിട്ടുള്ള ആ ഒരു സർഫേസിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിൻ്റെ തന്നെ കാരണം ലേശം ഒരു പരിപരുത്ത പ്രതലം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപരുത്ത പ്രതലമാകുമ്പം നമ്മൾ ഗോൾഡൻ കളർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ പെയിൻറ് വരാതെ ഇത് അവിടെ ഈ പൊന്തി നിൽക്കുന്ന പ്രതലത്തിലൊക്കെ പെയിൻറ് വരുമ്പോൾ ആ ഒരു ചിറകിനോട് കൂടിയിട്ട് നല്ല രീതിക്ക് ഇത് മാച്ചായിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഉടലുകൾ മൊത്തം നമ്മൾ വെള്ളയും ഗോൾഡും വെച്ചിട്ട് അങ്ങ് കവർ ചെയ്യാണ്. വേറെ എന്തിനും വേണ്ടിയിട്ടല്ല, ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഭയങ്കര വെയിറ്റ്ലെസ്. ഇത് ഇളകി കളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പെയിന്റ് കൊടുക്കുമ്പോൾ ഇളകി കളിക്കുന്ന അത്രയും വെയിറ്റ് ഇല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെയിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്, കാറ്റത്ത് പാറി പോകുന്നൊരു സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കാണുന്ന സമയത്ത് ഭയങ്കര ഹെവിയാണ്.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികളുള്ളത് ഇതിൻ്റെ മുഖത്താണ്. മുഖത്ത് കുറച്ച് 1-2 മിനുക്ക് പണികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുവപ്പ് കളർ എടുത്തിട്ട് ഇതിൻ്റെ കൊക്കിൻ്റെ ആ ഒരു ഭാഗം മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവപ്പ് പ്യുവർ റെഡ് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ വേണ്ട കുറച്ച് ഓറഞ്ചും കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ നന്നാവും. എൻ്റെ കയ്യിൽ മിക്സ് ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണിൻ്റെ ആ ഉണ്ണിയുടെ ആ ഒരു പോർഷൻ, കൃഷ്ണമണിയുടെ പോർഷൻ കറുപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ കണ്ണൊക്കെ എഴുതുന്ന പോലെ ഒന്ന് വാലിട്ട് എഴുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ടിപ്പ് ഉണ്ടല്ലോ, ചുണ്ടിൻ്റെ ടിപ്പിലും ജസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കറുപ്പ് കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കൊക്കിന് ചെറിയൊരു ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ ദേ എന്തായാലും സംഭവം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾ വീണ്ടും വരിക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.